എല്ലാവർക്കും നമസ്കാരം. ആടിയ എണ്ണയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ ഒരു അനുഭവം പറഞ്ഞത് ഓർമ്മയില്ലേ? ഇപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ട് ആടിയ എണ്ണ കയ്യിൽ വന്ന ഒരു അനുഭവം പറയാണ് ഒരു ചേച്ചി. അതും അനുഭവം മാത്രമല്ല, അതിൻ്റെ ഫലസിദ്ധിയും പറയുന്നുണ്ട് കേട്ടോ. കേട്ടു നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഞാൻ സിന്ധു. എൻ്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ. എൻ്റെ കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാൻ വലിയ ആഗ്രഹമാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിനിൽ പോവുമായിരുന്നേ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ്. ഹസ്ബൻഡ് എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടു. എൻ്റെ സീറ്റ് നമ്പർ തെറ്റായിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഒരു അച്ഛനെ നോക്കുന്ന ഒരാളാണ്. അവരും എൻ്റെ അടുത്തിരുന്നു. അച്ഛൻ പറഞ്ഞു, എൻ്റെ സീറ്റിലാണ് മോൾ ഇരിക്കുന്നത്, അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. കുറേ ദൂരം ട്രെയിന് പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഗുരുവായൂരിൽ പോയിട്ട് വരികയാണ്, മോൾക്ക് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയും പ്രസാദവും തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി എണ്ണ കുറച്ച് കുടിച്ചു. ഒരു കദളിപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ആ പഴം ഞാൻ വീട്ടിൽ കൊല്ലത്ത് എല്ലാവർക്കും പങ്കുവെച്ചു. എനിക്ക് കുറേ ദിവസമായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. അച്ഛൻ തന്ന ആടിയ എണ്ണ കുടിച്ചതിന് ശേഷം ഇതേവരെ വയറുവേദന ഉണ്ടായിട്ടില്ല കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. ഏത് രൂപത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഹരേ കൃഷ്ണ. നിങ്ങൾ ആലോചിക്കുക, ട്രെയിനിലെ യാത്രക്കിടയിൽ ഏതോ ഒരു അച്ഛൻ ഏതോ ഒരു മകൾക്ക് കൊടുക്കുന്നു അല്ലേ ഈ ആടിയെണ്ണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പല രൂപത്തിലും വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളറിയാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ പലരും പല വേഷത്തിൽ നന്മയുമായിട്ട് കടന്നു വരുന്നവരെയൊക്കെ നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിക്കുക, ഭഗവാനായിട്ട് കാണുക. അതാണ് നമ്മുടെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. ഇന്ന് നമ്മുടെ സമാന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ 7 പേർക്കാണ് കൃഷ്ണവിഗ്രഹം ഉണ്ടാവുക. ഇന്ന് രണ്ടാം ഡേറ്റ് ആണല്ലോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ, യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർ ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.